ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പോകുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. 3 ഇൻഗ്രീഡിയൻറ്റ്സ് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇതിനുവേണ്ടി നമുക്ക് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ടയായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1.5 കപ്പ് മൈദയ്ക്ക് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് തൈരും വെള്ളം കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തൈര് തനിയെ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പം തൈരും വെള്ളം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസിലല്ല, ഇച്ചിരി കട്ടിക്കാണ് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആവശ്യാനുസരണം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം. ഷുഗറിന് പകരം നിങ്ങൾക്ക് അതിലേക്ക് മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും പച്ചമുളക് എന്നീ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എരിവുള്ളൊരു സ്നാക്സായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നൊരു മധുരമുള്ള സ്നാക്സാണ്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കട്ടിക്കാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എണ്ണ വേണ്ട, ഇത്രയും മാത്രം മതി. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ബാറ്റർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പഞ്ഞി പോലത്തെ ഒരു സ്നാക്സാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതിലേക്ക് മുട്ടയായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു സ്പൈസിയാക്കി സ്നാക്സാക്കി എടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ സീഡ്സിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് കോരി മാറ്റുകയാണ്. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ബാക്കി എല്ലാ ബാറ്ററും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് പോലത്തെ ഈ ഒരു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം സോഫ്റ്റാണെന്ന്. അപ്പം അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്. ബൈ.